നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തറ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് വിരഗുളിക നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കൃഷിഭവനും മതികുന്ന് ഗ്രാമീണ വായനശാലയും വനിതകൾക്ക് പച്ചക്കറിത്തോട്ടത്തിന് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. മനോട്ടിച്ചാൽ സെന്റ് ജോർജസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. കേരള കാർഷിക സർവകലാശാലയിൽ 5 വർഷമായി പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല. പെൻഷൻകാർ സമരത്തിലേക്ക്. വാർത്തകൾ വിശദമായി. ഹൈലൈറ്റ് മാളിലെ അനധികൃത പാർക്കിംഗ് ഫീസ് പിരിക്കൽ അനുവദിക്കില്ലെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിലെ പാർക്കിംഗ് ഫീ വീണ്ടും ആരംഭിച്ചു. കോർപ്പറേഷൻ ഭരണം മാറിയതിനെ തുടർന്നാണ് അനധികൃത ഫീസ് പിരിക്കൽ തുടങ്ങിയത്. പ്രധാന റോഡിന്റെ 2 വശങ്ങളിലും വാഹനം പാർക്ക് ചെയ്യുമ്പോൾ കുട്ടനല്ലൂർ ജംഗ്ഷനിൽ ബ്ലോക്കായതിനാൽ അവശ്യ സർവീസുകൾ പോലും പ്രതിസന്ധിയിലാണ്. മുൻ മേയർ MK വർഗീസ് ഇടപെട്ട് നിർത്തിവെപ്പിച്ച പാർക്കിംഗ് ഫീസാണ് ഭരണം മാറിയ സാഹചര്യം മുതലെടുത്ത് വീണ്ടും പാർക്കിംഗ് ഫീസ് പിരിവ് ആരംഭിച്ചത്. പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് നിർത്തിവെക്കാൻ ഇന്നു തന്നെ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്ന് മേയർ നിജി ജസ്റ്റിൻ പറഞ്ഞു. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തറ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് വിരഗുളിക നൽകുന്നതിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോബി ജോസ് നിർവഹിച്ചു. നടത്തറ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മൂർക്കിനിക്കര ഗവൺമെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പൊറ്റേക്കാട് അധ്യക്ഷത വഹിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫെബിന വിരവിമുക്തമാക്കുന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. പഞ്ചായത്ത് അംഗങ്ങളായ PK അഭിലാഷ്, സജിത ജനാർദ്ദനൻ, സ്കൂൾ പ്രധാനാധ്യാപിക മാലിനി, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് കണ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബോംബ് ഭീഷണി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് ഇമെയിൽ വഴിയാണ് സന്ദേശം ലഭിച്ചത്. പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ 15 ദിവസമായി അനുഭവപ്പെടുന്ന കുടിവെള്ള ക്ഷാമം അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യപ്പെട്ട് BJP കൗൺസിലർമാർ ചെമ്പൂക്കാവിലെ കേരള വാട്ടർ അതോറിറ്റി ഓഫീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയും മറ്റു ഉദ്യോഗസ്ഥരെയും സന്ദർശിച്ച് നഗരവാസികളുടെ ആശങ്ക അറിയിച്ചു. എത്രയും പെട്ടെന്ന് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടിയെടുക്കണമെന്ന് BJP തൃശൂർ കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡറും പൂങ്കുന്നം കൗൺസിലറുമായ രഘുനാഥ് C. മേനോൻ ആവശ്യപ്പെട്ടു. സന്ദർശനത്തിന് കൗൺസിലർമാരായ പൂർണിമ സുരേഷ്, വിൻഷി അരുൺകുമാർ, വിനോദ് കൃഷ്ണ, മുംതാസ് ചിഞ്ചു, പത്മിനി ഷാജി, അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സ്കൂൾ കലോത്സവം ലഹരിക്കെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിരോധ ശൃംഖല നാളെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ അണിനിരക്കുന്ന പ്രതിരോധ ശൃംഖല നാളെ തൃശൂർ സ്വരാജ് റൗണ്ടിൽ സംഘടിപ്പിക്കും. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുക. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 10,000-ഓളം വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കാളികളാകും. ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് ശക്തമായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മന്ത്രിമാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പ്രമുഖർ പ്രതിരോധ ശൃംഖലയിൽ പങ്കുചേരും. പുത്തൂർ കൃഷിഭവനും മതികുന്ന് ഗ്രാമീണ വായനശാലയും സംയുക്തമായി വനിതാവേദിയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് പച്ചക്കറിത്തോട്ട പദ്ധതിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പച്ചക്കറി തൈകൾ വിതരണം നടത്തി. വനിതാവേദി പ്രവർത്തകയും വായനശാല വൈസ് പ്രസിഡന്റുമായ ലേഖ ഉണ്ണികൃഷ്ണന്റെ അധ്യക്ഷതയിൽ വായനശാല പ്രസിഡന്റും പുത്തൂർ കാർഷികേതര സഹകരണ സംഘം പ്രസിഡന്റുമായ ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CD സന്തോഷ് സ്വാഗതം പറഞ്ഞു. വായനശാല സെക്രട്ടറി CD ആന്റോ നേതൃത്വം നൽകി. തുഷാര മോഹനൻ നന്ദി പറഞ്ഞു. ആര്യമ്പാടം സർവോദയം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും തേനീച്ചയുടെ ആക്രമണത്തിൽ പരിക്ക്. തേനീച്ചയുടെ കുത്തേറ്റ 15ഓളം പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്.
ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനായി സംഘടനകൾ പ്രതിവാര ധർണയും സമരവുമായി രംഗത്ത് വരുന്നു. സർക്കാർ ഗ്രാന്റ് തുകയിൽ മതിയായ വർധനവ് ലഭിക്കാത്തതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടിന് പ്രധാന കാരണം. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലായി നാമമാത്ര വർധന മാത്രമാണ് ഗ്രാന്റ് തുകയിൽ അനുവദിച്ചത്. ഈ തുക ആനുപാതികമായി ചെലവിന് തികയാതെ വരുന്നു. ശമ്പളവും പെൻഷനും നൽകുന്നതിന് പോലും ഗ്രാന്റ് തുക തികയാതെ വരുന്ന അവസ്ഥയാണ് നിലവിൽ സർവകലാശാലയിലുള്ളത്. വർഷാവസാനം 10% വർധനമാണ് സർക്കാർ ഗ്രാന്റ് തുകയിൽ വരുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 3 വർഷങ്ങളിൽ സർക്കാർ ഈ വർധനവ് നൽകുന്നില്ല. പെൻഷൻ ആനുകൂല്യമായ കമ്മ്യൂട്ടേഷൻ തുക നൽകാൻ 75 കോടിയുടെ ബാധ്യതയാണ് സർവകലാശാലയ്ക്കുള്ളത്. 2001 മുതൽ 2006 വരെ UDF ഭരണത്തിൽ സർവകലാശാലയ്ക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ സർക്കാരാണ് 2008 വർഷത്തിൽ 30 കോടി രൂപ തന്ന് സഹായിച്ചത് എന്നത് ഇവിടെ പരാമർശിക്കുന്നു. ഡോക്ടർ തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്താണ് ഇത് അനുവദിച്ചത്. രാജാജി മാത്യു തോമസ് ഒല്ലൂർ MLAയുമായിരുന്നു. കാർഷിക സർവകലാശാലയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഒറ്റത്തവണ ധനസഹായമായി 75 കോടി രൂപ അനുവദിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നതിനാണ് പെൻഷൻ സംഘടന സമരവുമായി രംഗത്തിറങ്ങുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിൽ സർക്കാർ വാർഷിക ഗ്രാന്റിൽ 10% വർധനവ് വേണമെന്ന ആവശ്യവും നിലവിലുള്ള പെൻഷൻ ബാധ്യത തീർക്കാൻ 75 കോടി രൂപ ഒറ്റത്തവണ ധനസഹായം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് കാർഷിക സർവകലാശാലയിലെ പെൻഷനേഴ്സ് കൗൺസിൽ പ്രക്ഷോഭമായി രംഗത്തുവരുന്നു. സമരത്തിന് തുടക്കമായി ജനുവരി 7 ബുധനാഴ്ച സർവകലാശാല ആസ്ഥാനത്ത് ധർണ നടത്തി. ഉത്തരവാദിത്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഗവൺമെന്റിന്റേതായിട്ടുള്ള ന്യായങ്ങളൊക്കെ ചിലപ്പോൾ പറയാനുണ്ടാവും. അവരുടെ സാമ്പത്തികമായ ഗവൺമെന്റിന് ലഭ്യമാകേണ്ട, വിശേഷിച്ച് യൂണിയൻ ഗവൺമെന്റിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുത്തുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രീയ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന രീതിയിൽ മറ്റൊരു രംഗത്ത് ചെന്നാൽ കേരളത്തോട് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണനയും അതിന്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങളും
സ്വാഭാവികമായിട്ട് പറയുകയും അതിനെതിരായിട്ടുള്ള സമരം ഉൾപ്പെടെ നടത്തേണ്ടതിന്റെ ആവശ്യകത പറയുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. അത് പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് ഉള്ളതാണ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തേണ്ടി വരുന്ന സമരങ്ങളിലൂടെ എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അന്ന് നടന്നൊരു സമരത്തിന്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ കാണുകയുണ്ടായിരുന്നു. ഒരിക്കലും യൂണിവേഴ്സിറ്റി ജീവനക്കാരായിരുന്ന ആളുകളുടെ നിലവാരത്തിന് ഒന്നും ചേരുന്ന രീതിയിലായിരുന്നില്ല അതിന്റെ പ്രസംഗം. ഞാനത് കേൾക്കുകയുണ്ടായി. അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെ മാത്രം ഒരു പ്രശ്നമായിട്ടല്ല. ഗവൺമെന്റ് എന്ന് പറയുന്നത് കൂട്ടുത്തരവാദിത്തമുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ കർഷക ക്ഷേമനിധി ബോർഡ്. കർഷക ക്ഷേമനിധി ബോർഡിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഗണ്യമായ ഒരു സാമ്പത്തിക സഹായം ഗവൺമെന്റിൽ നിന്ന് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുന്നതിന് ധനകാര്യ വകുപ്പ് തയ്യാറാവില്ല. ധനകാര്യ വകുപ്പിന്റെ പൊതുവായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പറഞ്ഞാൽ എങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഒരുപാട് ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് ധാരാളമായി അധിക പണം ചെലവഴിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്നൊരു ഗവൺമെന്റാണ്. അതിനാവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വിട്ടുപോകുന്ന ചില ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കണം എന്നുള്ളത് തികച്ചും ന്യായമായ കാര്യമാണ്. സർക്കാർ ജീവനക്കാരുടെയും ഇപ്പോൾ 36 മണിക്കൂറോ മറ്റും നീണ്ടു നിൽക്കുന്ന ഒരു സമരം സർക്കാർ ജീവനക്കാരുടെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുമ്പാകെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജോയിന്റ് കൗൺസിൽ ഉൾപ്പെടെയുള്ള അംഗസംഘടനകൾ ചേർന്നുകൊണ്ട്. അതൊക്കെയാണെങ്കിലും നമ്മുടെ ഒരു പഴമൊഴിയുള്ളതുപോലെ കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ നിരന്തരം നമ്മുടെ ആവശ്യങ്ങൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിഷേധങ്ങളും സമരങ്ങളും സംഘടിപ്പിക്കുക തന്നെ വേണം. ഏറ്റവും മാന്യമായ രീതിയിൽ, ഏറ്റവും ന്യായമായ രീതിയിൽ അക്കാര്യങ്ങൾ സർക്കാരിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും. അതിന് തീർച്ചയായും ഞങ്ങളുടെയൊക്കെ സ്വാധീനവും ഞങ്ങളുടെയൊക്കെ ബന്ധങ്ങളും അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയും. തീർച്ചയായിട്ടും CPIയുടെ ഏറ്റവും ഉയർന്ന ഘടകങ്ങളിൽ അംഗമായി പ്രവർത്തിക്കുന്ന ആളുകൂടിയാണ് ഞാൻ. അവിടുത്തെ ഈ വിഷയം കൊണ്ടുവരാനും ചർച്ചയ്ക്ക് വിധേയമാക്കാനും എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ഇടപെടാമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കാൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രയാസപ്പെട്ട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഈ ഒരു വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്ത ഹർജിക്കാരന് താക്കീത് നൽകി. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള അപേക്ഷകൾ ഫയൽ ചെയ്ത് വിവരാവകാശ കമ്മീഷന്റെയും സ്ഥാപനങ്ങളുടെയും സമയം അപഹരിക്കരുതെന്ന് ഹർജിക്കാരനായ നിബിൻ കള്ളിക്കാട്ടിനെ താക്കീത് ചെയ്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ താക്കീത് ചെയ്തു. നിബിൻ കള്ളിക്കാട്ട് സമർപ്പിച്ച വിവിധ വിവരാവകാശ അപ്പീൽ ഹർജികൾ തള്ളിക്കൊണ്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഉത്തരവ് പുറപ്പെടുവിച്ചു. വിവരാവകാശ നിയമം ദുരുപയോഗം ചെയ്യുന്ന രീതിയിലുള്ള അപേക്ഷകളും അപ്പീലും ഫയൽ ചെയ്ത് എതിർകക്ഷി സ്ഥാപനങ്ങളുടെയും വിവരാവകാശ കമ്മീഷന്റെയും വിലപ്പെട്ട സമയം അപഹരിക്കരുതെന്ന് നിബിൻ കള്ളിക്കാട്ടിന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ശക്തമായ താക്കീത് നൽകി. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിലെ പെരുന്നാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. മരോട്ടിച്ചാൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ വർഷം തോറും നടത്തിവരാറുള്ള വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. ജനുവരി 6, 7 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. ഫാദർ മത്തായി തൊഴുത്തിങ്കൽ പെരുന്നാൾ സന്ദേശം നൽകി. തുടർന്ന് വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ ചീരക്കുണ്ട് കുരിശടിയിലേക്ക് ഭക്തിസാന്ദ്രമായ പെരുന്നാൾ പ്രദക്ഷിണവും ആശീർവാദവും ഉണ്ടായിരുന്നു. രാത്രി 10 മുതൽ 12 വരെ ബാൻഡ് മേളവും ഒരുക്കിയിരുന്നു. പ്രധാന ദിവസമായ ബുധനാഴ്ച രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥന, 8:15 വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സോണി വി മാണി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പെരുന്നാൾ സന്ദേശം, സ്ലീബ എഴുന്നള്ളിപ്പ്, ലേലം, തെക്കേ കുരിശടിയിലേക്ക് പെരുന്നാൾ പ്രദക്ഷിണം, ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരുന്നു. പെരുന്നാൾ ചടങ്ങുകൾക്ക് പള്ളി വികാരി ഫാദർ ലിജു ജോൺ ചെരിവുപുരയിടത്തിൽ, കൈസ്ഥാനി ജോണി മാർക്കോസ് വലിയകട്ടയിൽ, സെക്രട്ടറി റിൻഡോ തരിയൻ, അനീഷ് ജോയ്, പോൾസൺ VM, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. നിങ്ങൾക്കും നിങ്ങളുടെ ഭവനങ്ങൾക്കും എന്നും കാവലായും കോട്ടയായും തീരുമാനമാകട്ടെ. നിങ്ങളുടെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദേശത്തിന് അനുഗ്രഹമായിരിക്കുമെന്നും
നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ അകത്ത് കിടക്കുമ്പോൾ അനുഗ്രഹമായിരിക്കും, നിങ്ങൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും കൊട്ടിയും അനുഗ്രഹിക്കപ്പെടുമെന്നും നിങ്ങളുടെ കന്നുകാലിയുടെ പേരും പിറപ്പും അനുഗ്രഹിക്കപ്പെടുമെന്നും നിങ്ങളുടെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെടുമെന്നും അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കുന്ന കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ ഭവനങ്ങളെയും എന്നും കാത്ത് പരിപാലിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സകലവിധമായിരിക്കുന്ന ഭാരങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മനോഹരമായിരിക്കുന്ന പാതകളിൽ നിന്നും കർത്തവ്യമായ കർത്താവ് നിങ്ങളെ എന്നും കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകി തന്നായിരിക്കുന്ന സകലവിധമായിരിക്കുന്ന അനുഗ്രഹങ്ങളെയും കൃഷിഫലങ്ങളെയും മൃഗസമ്പത്തുകളെയും നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന തലമുറകളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് എന്നും എല്ലാ വഴികളിലും പാതകളിലും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് എന്നും വഴികാട്ടിയും ശരണമായി തീരുമാറാകട്ടെ. നാം ഈ നാളുടെ പെരുന്നാൾ ആഘോഷിക്കപ്പെടുന്നു. വിശുദ്ധരായിരിക്കുന്ന ഗീവർഗീസ് മധ്യസ്ഥതയും കാവലും കോട്ടയും നമുക്കും നമ്മുടെ ഭവനങ്ങൾക്കും ഈ ദേശത്തിനും എന്നും കാവലായി തീരുമാറാകട്ടെ. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ഈ ആത്മീയമായിരിക്കുന്ന സന്ധ്യാപ്രാർത്ഥനയിലും പെരുന്നാളിലും സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും ആശ്വാസവും പാപമോചനം നൽകുകയും ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും നിന്റെ മുമ്പാകെ കേൾക്കപ്പെട്ടവയും നിന്റെ സിംഹാസനം മുമ്പാകെ അംഗീകരിക്കപ്പെട്ടതുമായി തീരുമാനാകണമേ.
ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. മൂർക്കരക്കര സജി ഫാബ്രിക്സിൽ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി വാർഷിക ക്ലിയറൻസ് സെയിൽ. ഡിസംബർ 1 മുതൽ 25 വരെ മനം നിറയുന്ന വസ്ത്രങ്ങൾ കൈ നിറയെ വാങ്ങാനുള്ള അവസരം. യഥാർത്ഥ ഡിസ്കൗണ്ട് സെയിലിന്റെ വിശ്വാസം നേരിട്ടറിയൂ. ടോപ്പ്, കുർത്തീസ്, ഷർട്ട്, കിഡ്സ് വെയർ എന്നിവയുടെ ക്ലിയറൻസ് സെയിൽ. സാരി, റണ്ണിംഗ് മെറ്റീരിയൽസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ്, സ്പോർട്സ് വെയർ തുടങ്ങി ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഒരു കുടക്കീഴിൽ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ഫോൺ 7306743585. വാർത്തകളിലേക്ക്. പീച്ചി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സ്വരൂപിച്ച വിദ്യാർത്ഥി ക്ഷേമ ഫണ്ട് സ്കൂളിന് കൈമാറി. പീച്ചി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച വിദ്യാർത്ഥി ക്ഷേമ ഫണ്ട് സ്കൂളിന് കൈമാറി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ ബാബു തോമസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, പ്രിൻസിപ്പൽ A ഗിരീശൻ മാസ്റ്റർ, HM രേഖ ടീച്ചർ എന്നിവർക്ക് ഫണ്ട് കൈമാറി. പൂർവ്വ വിദ്യാർത്ഥി സംഘടന നടത്തിയ ബിരിയാണി ചലഞ്ചിൽ നിന്നും 7 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കുകയും ചെലവ് കഴിഞ്ഞതിനു ശേഷം 4,11,000 രൂപ ലഭിക്കുകയും ചെയ്തു. ഇതിൽ 1.5 ലക്ഷം രൂപ ആദ്യഘട്ടമായി സ്കൂളിന് നൽകിയിരുന്നു. സംഘടനാ സെക്രട്ടറി ബെന്നി തുറപ്പുറം റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, ദിവ്യ ഹൃദയാശ്രമം മുൻ ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണപ്ലാക്കൽ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജോർജ് പൊടിപ്പാറ, പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ഷാജി, വിനോദ് തേനംപറമ്പിൽ, ആര്യ ശരത്, സീന വർഗീസ്, സംഘാടക സമിതി ട്രഷറർ ജിനേഷ് പീച്ചി, PTA പ്രസിഡന്റ് രാജേഷ് IG, SMC ചെയർമാൻ രജീഷ് കുമാർ, വികസന സമിതി ചെയർപേഴ്സൺ മുബീന നസീർ, വികസന സമിതി മുൻ ചെയർമാൻ ഷിബു പോൾ, സീനിയർ അസിസ്റ്റന്റ് ഷർമിള എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സിജു MJ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TT ജോയ് നന്ദിയും പറഞ്ഞു. ഒക്കെ സൗന്ദര്യമുണ്ടെന്നും നല്ല പെരുമാറ്റവും ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് നമുക്കൊക്കെ ഒന്ന് അങ്ങനെ ആലോചിച്ചു തുടങ്ങാം. ഇപ്പൊ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും നമ്മളെല്ലാവരും ഈക്വല് തുല്യരാണെങ്കിൽ തിരിച്ചും ചോദിക്കണം, കൊക്ക് എങ്ങനെ കുളിച്ചാലും എന്താവില്ല? ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ജീവിയുടെ പേര് ഏതാണ് എന്ന് പബ്ലിക് സർവീസ് കമ്മീഷൻ PSCക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നു വിചാരിക്കുക. സാധാരണ നമ്മുടെ നാട്ടുപുറത്ത് എന്താ പറയുക? പട്ടി, നായ. ആരെ തത്തമ്മ പറഞ്ഞു? നമുക്ക് 2026 ആയില്ലേ, ഇപ്പോൾ പുതുവർഷമല്ലേ? എത്ര കൊല്ലായി നമ്മൾ നാട് നന്നാക്കാൻ അല്ലേ പ്രാർത്ഥിക്കണു, പ്രവർത്തിക്കണം. എന്നിട്ട് ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്ന ജീവിയുടെ പേര് നമ്മുടെ മക്കളോട് ചോദിച്ചപ്പോൾ എൻ്റെ കുട്ടിയായാലും പറയണ ആൻസർ പട്ടി, നായ എന്നാണ്. അപ്പോൾ പ്രസിഡന്റ്, മിനു ടീച്ചറെ, നമുക്ക് ഒരു മനുഷ്യനെന്നും പറയുന്ന ഒരു കാലം വരണം. എത്ര മതങ്ങൾ, ജാതി, അമ്പലങ്ങൾ, പള്ളികൾ, എത്ര പൊളിറ്റിക്കൽ പാർട്ടികൾ. എന്നിട്ട് എന്താ വെച്ചാൽ വീണ്ടും ഈ ഒരു ക്വസ്റ്റ്യൻ, പട്ടിയും നായും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യനെന്ന് പറയുന്ന ഒരു കാലം കൂടിയും വരട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ. ഇവര് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയല്ല ഈ ടീം. അവർ ഈ വലിയ സേവനം ചെയ്തപ്പോൾ തീർച്ചയായിട്ടും സിജുമാഷ് ഉൾപ്പെടെ ഈ ടീം, ബാബാട്ട് ഉൾപ്പെടെ ടീം പുതിയ വിദ്യാർത്ഥി സംഘടനയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അവർ.
കാരണം അവർ നമ്മളെ ഓർത്തു. പീച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ബിരിയാണി ചലഞ്ച് നടത്തിയെന്ന് കേട്ടില്ലേ? ആ ബിരിയാണിയുടെ ഫ്ലേവറും അതിൻ്റെ ടേസ്റ്റും മാത്രമല്ല നമ്മൾ ഓർക്കേണ്ടത്, അത് എത്ര കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടായിരിക്കും അവരത് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ 4,11,000 രൂപ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയല്ലേ അല്ലേ? അപ്പോൾ അത് നാളെ നിങ്ങളും ചെയ്യണം. അപ്പോൾ അവർ OSA എന്ന് വിളിക്കേണ്ട, അവരെ ന്യൂ സ്റ്റുഡൻസ് അസോസിയേഷനായിട്ട് അവർ മാറും. നമ്മുടെ മനസ്സിലൊക്കെ അവർ ഉണ്ടാകട്ടെ എന്ന് പറയാനുള്ളത്. പീച്ചിയിലെ സർക്കാർ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചറും സംഘവും. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പീച്ചി കേന്ദ്രീകരിച്ചുള്ള സർക്കാർ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് മീനു ടീച്ചറും വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചനും പഞ്ചായത്ത് അംഗങ്ങളും. പഞ്ചായത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റ സാഹചര്യത്തിലാണ് പീച്ചിയിലെ ഗവൺമെന്റ് ഡിസ്പെൻസറി, ഇറിഗേഷൻ ഓഫീസ്, പീച്ചി ഡാം, പീച്ചി ITI എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. പീച്ചി ആശുപത്രിയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാന ഡോക്ടറോട് ചോദിച്ചറിഞ്ഞു. പിന്നീട് ഇറിഗേഷൻ ഓഫീസിലെത്തുകയും പീച്ചിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭൂചലനത്തെക്കുറിച്ച് ജിയോളജി വകുപ്പുമായി സഹകരിച്ച് പഠനം നടത്തുകയും കാരണം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും പ്രസിഡന്റ് ഇറിഗേഷൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ITIയിൽ എത്തി പഠനമുറിയിൽ ടൈൽ വിരിക്കാത്തതുമൂലം പൊടിശല്യം രൂക്ഷമാണെന്നും അതുകൊണ്ട് തന്നെ പഠനം ബുദ്ധിമുട്ടാണെന്നും ടൈൽ വിരിച്ച് പൊടിശല്യം ഒഴിവാക്കി തരണമെന്ന് കുട്ടികളും പ്രിൻസിപ്പാളും പഞ്ചായത്ത് സംഘത്തോട് പരാതിപ്പെട്ടു. പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് തേനംപറമ്പിൽ, സന്ധ്യ ഷാജി, സീന വർഗീസ്, ആര്യ ശരത് എന്നിവരും സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയ വിരവിമുക്ത ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തറ പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് വിരഗുളിക നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ കൃഷിഭവനും മതികുന്ന് ഗ്രാമീണ വായനശാലയും വനിതകൾക്ക് പച്ചക്കറിത്തോട്ടത്തിന് പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. മനോട്ടിച്ചാൽ സെന്റ് ജോർജസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളി പെരുന്നാൾ ആഘോഷിച്ചു. കേരള കാർഷിക സർവകലാശാലയിൽ 5 വർഷമായി പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നില്ല. പെൻഷൻകാർ സമരത്തിലേക്ക്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.